ഹലോ ഗൈസ്, റുക്കുറ്റെക്കിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ നമുക്ക് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷന് ശേഷം നമ്മുടെ പല കാര്യങ്ങൾക്കും പല വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലെ. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണത് ഉൾപ്പെടെ നല്ല രീതിയിൽ ചേഞ്ച് ആകും. ഇപ്പോഴത്തെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതെങ്ങനെയാ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് ഡിലീറ്റ് ആക്കേണ്ട അക്കൗണ്ട് പ്രൊഫൈലിൽ വരാം. അതിൽ 3 ഡോട്ടിൽ വന്നതിന് ശേഷം ഡിലീറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. അതിൽ ഡീആക്ടിവേഷൻ ഓർ ഡിലീഷൻ എന്നുണ്ടല്ലേ, അതെടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇത് അവിടെ കാണിക്കുന്നതാണ്. ആ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള എനേബിൾ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, പിന്നെ വരുന്ന ടാബിൽ നമ്മൾ എന്തിനാണ് അക്കൗണ്ട് ഡിലീറ്റ് ആക്കണമെന്നാണ് അവർ ചോദിക്കണേ. ഞാൻ സംതിങ് എൽസ് എന്നുള്ള കൊടുത്ത് അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ്, ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് നമ്മളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തി. ഇതിൽ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് മാർച്ച് 15-ാം തീയതിയാണ്. അപ്പോൾ അടുത്ത മാസം ഏപ്രിൽ 14-ാം തീയതിക്ക് ശേഷമാണ് ഈ അക്കൗണ്ട് ഡിലീറ്റ് ആവുക. അതിന് മുന്നേ നമ്മൾ ഈ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ പാടില്ല. സപ്പോസ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഈ പ്രോസസ്സ് ഫെയിൽഡ് ആവും. പിന്നെ നമ്മൾ വീണ്ടും ഇതിന് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ അക്കൗണ്ട് ലോഗിൻ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉപകാരപ്പെടട്ടെ. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ലേറ്റസ്റ്റായിട്ടുള്ള വീഡിയോസ് ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. അതിലേക്ക് ബൈ.